ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങളാണ് മനോളോ മാർക്കസിന്റെ ഇന്ത്യൻ ടീം കളിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സ്ക്വാഡ് പരിശീലകൻ പ്രഖ്യാപിച്ചിരുന്നു. എടുത്തു പറയേണ്ട കാര്യം, സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ചുകൊണ്ട് തിരിച്ചെത്തി എന്നുള്ളതാണ്. അതേസമയം ഗോൾ കീപ്പറായ സന്ധുവിന് മോശം പ്രകടനത്തെ തുടർന്ന് ടീമിലെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ഏതായാലും ഇന്ത്യൻ ടീമിൽ ഏത് ക്ലബിന്റെ താരങ്ങളാണ് കൂടുതലായിട്ട് ഉള്ളത്? ആ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സംശയം വേണ്ട, മോഹൻ ബഗാൻ തന്നെയാണ്. മോഹൻ ബഗാന്റെ 7 താരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 1-ാം സ്ഥാനത്ത് അവരാണ്. 2-ാം സ്ഥാനത്ത് ബംഗളൂരു FC വരുന്നു, 5 താരങ്ങൾ. 3-ാം സ്ഥാനത്ത് FC ഗോവയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമാണ് വരുന്നത്. 4 വീതം താരങ്ങൾ ഈ ഒരു ടീമുകളിൽ നിന്നും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചെന്നൈയിൻ FCയിൽ നിന്നും ഈസ്റ്റ് ബംഗാളിൽ നിന്നും 2 വീതം താരങ്ങൾ, ഒഡീഷയിൽ നിന്നും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും ഓരോ വീതം താരങ്ങളാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇന്ത്യൻ ടീമിലെ ആ ഒരു പ്രാതിനിധ്യം വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഒരൊറ്റ താരത്തിന് പോലും ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണയൊക്കെ പേരിന് വിപിൻ മോഹനൻ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹത്തിനും ഇപ്പോൾ തന്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. കോറു സിംഗിനെ ഉൾപ്പെടുത്തുമോ എന്ന രൂപത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു യുവതാരത്തെ ഉൾപ്പെടുത്താൻ ഇന്ത്യൻ ടീം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ മോശമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരൊറ്റ ഇന്ത്യൻ താരം പോലും ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് വളരെ മോശമായ അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.